കഴിഞ്ഞ ദിവസം യൂട്യൂബിൽ ഒരു മഹാൻ വീഡിയോ ഇട്ടിരിക്കുന്നത് ഈ വൈക്കോലും ചാണകവും കൂടി ചേർത്ത് ഭിത്തിയിലിട്ട് ഇങ്ങനെ വെച്ചതിനെ ഉണക്കണം. ഉണക്കിയാൽ ഇത് കത്തിക്കാൻ മനോഹരമെന്നാണ്. ഇത് കത്തിക്കാൻ മനോഹരമെന്ന ഒരു പ്രഖ്യാപനത്തിലേക്ക് വന്നിരിക്കുന്നു. അപ്പൊ ഇത് ഈ മഹാൻ കണ്ടുപിടിക്കുന്നതിന് മുമ്പ്, ഈ മഹാൻ ജനിക്കുന്നതിന് മുമ്പ്, മഹാന്റെ അപ്പൻ ജനിക്കുന്നതിന് മുമ്പ്, അവന്റെ അപ്പൂപ്പൻ ജനിക്കുന്നതിന് മുമ്പ്, അതിനെ കുറിച്ച് ചിന്തിക്കുന്നതിന് മുമ്പ് വിശുദ്ധ വേദ പുസ്തകത്തിൽ അത് എഴുതിയിരിക്കുന്നുണ്ട്. ഈ ബൈബിളിന്റെ പ്രഖ്യാപനങ്ങളിൽ ലോകം എത്തുമ്പോഴേ ഇത് അവസാനിക്കുള്ളൂ. ലോകം അവസാനിക്കണോ ബൈബിളിനോട് ബന്ധപ്പെട്ട് ലോകം എത്തപ്പെടണം. അപ്പൊ നമുക്ക് തന്നെ അറിയാം, ഈ പ്രഖ്യാപന ശ്രുതികളൊക്കെ കുറിച്ച് കേൾക്കുമ്പം ഇത് അവസാനിക്കാൻ കാലമായി. ഇപ്പൊ കാലഘട്ടത്തെ അതിജീവിക്കുന്ന, കാലഘട്ടത്തിന് മുന്നിൽ പ്രവർത്തിക്കുന്ന ഒന്നെങ്കിൽ അത് വിശുദ്ധ വേദ പുസ്തകമാണ്. ഇന്ന് ഈ ലോകത്തിൽ ഏതൊരു മഹാത്മാവും ഭരണത്തെ കുറിച്ച് നിയന്ത്രിക്കുമ്പോഴും ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഒന്നെന്തെന്ന് കേട്ടാൽ അത് ബൈബിൾ തന്നെയാണ്. അപ്പൊ നമ്മളെ പോലെ ഇപ്പം പറഞ്ഞു, നല്ലൊരു ഭരണം പറഞ്ഞു, എന്ത് ഭരണം, ആര് ഭരണം, നമ്മൾ പിന്നെ മുട്ടിപ്പോയി പ്രാർത്ഥിക്കുന്നത് ഇങ്ങനെയാണ്. ഞാനൊരു കാര്യം വ്യക്തമായി വിളിച്ച് പറയാം, നമ്മൾ ആ കോട്ടിട്ടാലും ആര് വന്നാലും എന്ത് ചെയ്താലും നമുക്കൊരു നേട്ടവും കോട്ടവും ഇല്ല. പക്ഷെ ഒരു കാര്യമേ ഉള്ളൂ, ബൈബിൾ പറയണ തന്നെ നടക്കണം.